ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ട്രിവാൻഡ്രം. ഇപ്പോൾ നമുക്ക് യാർഡ് പോസ്റ്റിലെ യാർഡ് ക്രെയിനുകളും STS ക്രെയിനുകളും യാർഡ് പോസ്റ്റിലെ കണ്ടെയ്നറുകളും വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. നമ്മുടെ പോർട്ടിലെ യാർഡ് ക്രെയിനുകളും STS ക്രെയിനുകളും വളരെ അനായാസേന 0% എററിൽ ചെറിയൊരു ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുള്ള വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, ഈ ബിൽഡിങ്ങിലേക്ക് വരുന്ന റോഡും വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. നമ്മൾ ഈ കാണുന്ന റോഡ് മുതൽ NH66 വരെ നീളുന്ന ലിങ്ക് റോഡിന്റെ ഡീറ്റെയിൽ അപ്ഡേഷനാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ടത് തൊട്ടുമുന്നേ നമ്മൾ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കണ്ട ആ റോഡാണ്. നമ്മുടെ ഈ റോഡ് മുതൽ NH66 വരെ ഏകദേശം 3 കിലോമീറ്റർ ആണ് ലെന്ത് ഉള്ളത്. നമ്മുടെ പോർട്ടിന്റെ മെയിൻ ഗേറ്റ് മുതൽ NH66 വരെയാണെങ്കിൽ 1700 മീറ്റർ ആണ്. ആ പോയിന്റിലേക്ക് നമുക്ക് ഉടൻ തന്നെ ചെല്ലാം. അതിന് മുന്നേ ആയി നമ്മുടെ യാർഡ് പോർഷനിൽ വ്യത്യസ്തമായ കണ്ടെയ്നറുകളും യാർഡ് ഓപ്പറേറ്റിംഗും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാനായി സാധിക്കും. അത് മാത്രമല്ല, ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് പോകുന്ന ഓപ്പറേറ്റിംഗ് ബിൽഡിംഗിലേക്ക് പോകുന്ന ഈ പറയുന്ന മെയിൻ റോഡ് എന്ന് പറയുന്നത്. ഈ റോഡ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റോഡിന്റെ വർക്ക് നടക്കുന്ന സമയത്തെല്ലാം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാത് സമയത്തേനെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. വളരെ ദൂരെയായിട്ട് നാച്ചർ സ്റ്റോണിന്റെ ഒരു മല എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയൊരു കുന്നുപോലെ കാണാനായി സാധിക്കും. ഇത് സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണ് സ്റ്റോർ ചെയ്യുന്ന യാർഡ് പോസ്റ്റാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് സാധാ ഒരു ചെറിയൊരു ബ്രേക്ക് വാട്ടർ അല്ല. 20 മീറ്ററോളം ആഴമുള്ള കടലിലാണ് നമ്മൾ ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകൾ ചെയ്യുന്നത്. ഏറ്റവും അടിയിൽ, അതായത് ഈ കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഏകദേശം 125 മീറ്റർ ആണ് വീതിയുള്ളത് ഈ ബ്രേക്ക് വാട്ടറിന്. ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാനായി സാധിക്കുന്നത് 10 മീറ്റർ വീതിയുള്ള റോഡാണ്. അപ്പോൾ ഏറ്റവും അടിയിൽ 125ഉം ഏറ്റവും മുകളിൽ 10 മീറ്റർ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനായി സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന യാർഡ് ക്രെയിനുകളാണ് കാണാൻ സാധിക്കുന്നത്. യാർഡിൽ ധാരാളം കണ്ടെയ്നർ ഉണ്ട്. അങ്ങനെ പറയാൻ കാരണം 2024 ജൂൺ 11 സാൻ ഫെർണാണ്ടോ ആദ്യമായി നമ്മുടെ പോർട്ടിലെത്തിയത്. അത് തൊട്ട് മുന്നേയുള്ള നമ്മൾ ഈ ജൂൺ മാസം തന്നെ നമ്മൾ അത് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായി സാൻ ഫെർണാണ്ടോ വന്ന വിഷ്വലൊക്കെ നമ്മളെ വീഡിയോയിലുണ്ട്. അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് പിന്നെയും നമ്മൾ അപ്ലോഡ് ചെയ്തു. കാരണം ആ ഓർമ്മ നമുക്ക് ആദ്യമായി നമ്മുടെ മുന്നിൽ വന്ന ഈ പറയുന്ന മേഴ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പൽ വളരെയധികം സന്തോഷം നിറഞ്ഞ പലരുടെയും സ്വപ്നങ്ങൾ പൂവണിയിച്ച ഒരു കപ്പൽ തന്നെയായിരുന്നു. വലിയ നേട്ടങ്ങളാണ് പിന്നെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഡിസംബറിൽ നമ്മൾ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നുവരെയായിട്ട് ഏകദേശം 400 മുകളിൽ കപ്പൽ, ഏകദേശം 405 കപ്പലുകൾ നമ്മുടെ പോർട്ടിൽ വന്നു. അത് നമ്മുടെ ലാർജ് വെസലാവട്ടെ, അൾട്രാ ലാർജ് വെസലിൽ അയർണ സീരീസിലെ കപ്പലും വന്നു. സാക്ഷാൽ MSC അയർണയും നമ്മുടെ പോർട്ടിൽ വന്ന് ബർത്ത് ചെയ്ത് മൂറിങ് കഴിഞ്ഞിട്ട് ശേഷം അടുത്ത പോർട്ടിലേക്ക് പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഫീഡർ വെസലുകളുണ്ടായിരുന്നു. ഈ കപ്പലുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 405 മുകളിൽ കപ്പലുകൾ നമ്മുടെ പോർട്ടിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, 8,30,000 മുതൽ 8,50,000 TEU വരെ നമുക്ക് ഇപ്പോൾ കണ്ടെയ്നർ ക്യാരി ചെയ്യാനായി സാധിച്ചു. ഈ 20 ഫൂട്ട് കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ TEU എന്ന് പറയുമ്പോൾ 20 ഇക്വലന്റ് ഫൂട്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് 20 ഫൂട്ട് കണ്ടെയ്നർ, 20 ഫീറ്റ് കണ്ടെയ്നർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഇപ്പോൾ 40 ഫീറ്റ് കണ്ടെയ്നറും 20 ഫീറ്റ് കൊണ്ട് നമ്മുടെ പോർട്ടിന് മുന്നിലായിട്ട് 45 ഫീറ്റ് ഉള്ള, അതായത് 45 അടി നീളമുള്ള കണ്ടെയ്നർ നമ്മൾ ഇടയിൽ കണ്ണ് കാണുന്നുണ്ടായി. ഇങ്ങനെ 3-4 ഐറ്റം കണ്ടെയ്നറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് 20 ഫീറ്റും 40 ഫീറ്റും. അതായത് നമുക്ക് വ്യത്യസ്തമായി നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. നമ്മുടെ ഈ സൈഡിലായിട്ട് കാണുന്ന, ഈ പോർഷനിൽ കാണുന്ന കണ്ടെയ്നറെല്ലാം കാലി കണ്ടെയ്നറാണ്. അതായത് വേക്കന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ പോർട്ടിന്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാർഡിനകത്ത് ഫുൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുൾ ലോഡിലുള്ള കണ്ടെയ്നർ മാത്രമാണ് നമ്മുടെ യാർഡിനകത്തുള്ളത്. പുറത്തുള്ള ഈ കണ്ടെയ്നറുകൾ
ഹാൻഡിൽ ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും പറയാം റീച്ച് ട്രാക്കർ ക്രെയിനുകൾ എന്നൊരു ക്രെയിൻ ഉണ്ട്. നമ്മൾ പോർട്ടിൽ വരുമ്പോഴൊക്കെ നമ്മൾ ആ ക്രെയിനുകളെ കുറിച്ച് കണ്ടു. ഡീറ്റെയിൽ വീഡിയോ ഞാൻ പോർട്ടിനകത്ത് വന്നതിന്റെ ഡീറ്റെയിൽ വീഡിയോ തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ആദ്യത്തെ വീഡിയോ ആണ്. കാരണം നമുക്ക് ലിങ്ക് റോഡിന്റെ അപ്ഡേഷൻ എത്രത്തോളമാണെന്ന് ജനങ്ങൾക്ക് അറിയേണ്ട താല്പര്യമുണ്ട്. പലരും മെസ്സേജിലൂടെ അയച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ആദ്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ റീച്ച് ട്രാക്കർ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ വേക്കന്റ് ആയിട്ടുള്ള കണ്ടെയ്നർ സൈഡിലായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ യാർഡ് പോർഷൻ ഫുള്ളായിട്ട് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8,30,000 മുതൽ 8,50,000 TUV വരെ കണ്ടെയ്നറാണ് നമുക്ക് ട്രാൻസ്ഷിപ്മെന്റിലൂടെ വലിയൊരു നേട്ടമാണ് കൈവരിക്കാനായി സാധിച്ചു. ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് കണ്ടെയ്നർ നിരത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത് ഒരു കണ്ടെയ്നർ, അതായത് എനിക്ക് തോന്നുന്നു ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 കണ്ടെയ്നർ ഹൈറ്റിലാണ്. 6 കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ഉള്ള ശേഷിനെ കാട്ടി ഏതാണ്ട് 30% കൂടും. ഒരു കണ്ടെയ്നർ മാറിയാൽ തന്നെ ഇത്രയേക സൈസുള്ള നമ്മുടെ ഈ പറയുന്ന യാർഡ് പോർഷനിൽ 30% കൂടും. അത് ഉടൻ തന്നെ എങ്ങനെ വരും? അത് മാത്രമല്ല, ഇനി സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആകുമ്പോൾ, സെക്കൻഡ് ഫേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ഫേസിൽ ബെർത്തിന്റെ നീളം വരുന്നത് 800 മീറ്റർ ആണ്. ആ 800 മീറ്റർ നീളമുള്ള ബെർത്തിനെ 2028 ആകുമ്പോൾ സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകും. അപ്പോൾ ബെർത്തിന്റെ നീളം 1200 മീറ്ററോട് കൂട്ടി 2000 മീറ്ററായി മാറും. അതായത് 1200 മീറ്റർ നമ്മുടെ ബെർത്തിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് സൈഡിലൂടെ നമ്മൾ ഈ കാണുന്ന യാർഡ് പോർഷനും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും. ആ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന യാർഡ് ക്രെയിനുകൾ, അതായത് അല്ലെങ്കിൽ കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡിഗർ GRNG ക്രെയിനുകൾ ഇപ്പോൾ ഉള്ളത് തന്നെ മോസ്റ്റ് മോഡേൺ ക്രെയിനുകളാണ്. നമുക്കറിയാം വളരെ ചെറിയ ജോയ്സ്റ്റിക് ഉപയോഗിച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ തന്നെ ഉടൻ അത് അപ്ലോഡ് ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ വളരെ ചെറിയൊരു ജോയ്സ്റ്റിക് ഉപയോഗിച്ച് ഇത്രയും വലിയ ക്രെയിൻ വളരെ അനായാസേന ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ ഇനി വരുന്നതായിരിക്കും. കാരണം ഞാൻ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിനകത്ത് നമ്മൾ ഈ കണ്ട ഓഫീസിനകത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഈ യാർഡ് എക്സ്റ്റൻഷൻ 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത ക്രെയിനുകളായിരിക്കും. ഇപ്പോഴുള്ള ടെക്നോളജിയിൽ നിന്നും അറിയാലോ, ഓരോ വർഷമാകുമ്പോൾ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ടെക്നോളജിയുള്ള ക്രെയിനുകളായിരിക്കും ഇനിയും നമ്മുടെ പോർട്ടിലേക്ക് വരാൻ പോകുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഏകദേശം 8.5 ലക്ഷം TUV ആണ് വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് ട്രാൻസ്ഷിപ്മെന്റിലൂടെ മാത്രം നമുക്ക് സാധ്യമായെങ്കിൽ തീർച്ചയായിട്ടും ഗേറ്റ് വേ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1.5 മില്യൺ TUV നമുക്ക് ഒരു വർഷം ട്രാൻസ്ഷിപ്മെന്റിലൂടെയും അല്ലാതെയും നമ്മുടെ പോർട്ടിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം കണക്ക് നിരത്തി തന്നെ പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ പറയുന്ന സമയത്ത് തന്നെ യാർഡ് പോർഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതായത് 800 മീറ്റർ നീളമുള്ള ബെർത്തിന്റെ എൻഡ് പോർഷൻ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ സെക്കൻഡ് ഫേസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരുടെയും ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. കാരണം കടൽ നികത്തിയാണ്, ഡ്രഡ്ജിങ്ങിലൂടെ കടൽ നികത്തിയാണ് നമ്മുടെ ഈ പറയുന്ന യാർഡ് പോർഷന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫേസും അങ്ങനെ തന്നെയായിരുന്നു. കടൽ പൂർണ്ണമായിട്ടും നികത്തി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ള ആ വർക്കൊക്കെ നമ്മളെ വീഡിയോയിലുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ഡ്രഡ്ജ് ചെയ്ത് മണൽ വന്നിട്ടുള്ള ഈ പറയുന്ന പോർട്ടിന്റെ വർക്ക് അപ്ഡേഷൻ കുറച്ച് വർഷമായിട്ടുണ്ട്, എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി ഒന്ന് കണ്ടു നോക്കുക. ഇനി സെക്കൻഡ് ഫേസിലും 1200 മീറ്ററോളം ബെർത്തിനോട് ചേർത്തുള്ള യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് സെക്കൻഡ് ഫേസിന്റെ വർക്ക് കംപ്ലീറ്റ് ആവും. 2028 ആകുമ്പോൾ തന്നെ നമ്മൾ ഈ കാണുന്ന പോർഷൻ എല്ലാം യാർഡ് ക്രെയിനുകളും കൊണ്ട് നിറഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നു. നമ്മുടെ മുന്നിൽ വളരെ ദൂരെയായിട്ട് നമുക്കൊരു ഹൈമാസ്റ്റ് ലൈറ്റ് കാണാനായി സാധിക്കും. അതായത് മെയിൻ ഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴുള്ള ഒരു റൗണ്ട് പോർഷനൊക്കെ ഞാൻ പല വീഡിയോയിലും ഈ ഒരു പോർഷൻ കാണിച്ചിട്ടുള്ളതാണ്. കണ്ടോ, വലിയൊരു ഹൈമാസ്റ്റ് ലൈറ്റ് കാണാൻ സാധിക്കും. ഈ ഹൈമാസ്റ്റ് ലൈറ്റ് നിൽക്കുന്ന ഈ പോർഷൻ മുതൽ NH66 വരെയാണ് 1700 മീറ്റർ റോഡിന്റെ ലെന്ത് നമ്മൾ മെഷർ ചെയ്യുക. അങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ലിങ്ക് റോഡിന്റെ വർക്ക് സ്റ്റാർട്ടിങ് നമുക്ക് നോക്കാം. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ റോഡ് എല്ലാവർക്കും വളരെ പരിചിതമാണ്. അതായത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വളരെ പരിചിതമാണ്. ഈ ഭാഗത്ത് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലിങ്ക് റോഡിന്റെ അപ്ഡേഷന് വേണ്ടി. എനിക്ക് തോന്നുന്നു 25ാമത്തെ അപ്ഡേഷനാണ് ഇപ്പോൾ നോക്കുന്നത്. ഈ റോഡിന് വന്നൊരു ചെറിയ മാറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അമിത വേഗതയിൽ വാഹനങ്ങൾ കടന്നു വരാതിരിക്കാൻ വേണ്ടി ഒരു ബാരക്കേഡ് പോലെ, സ്പീഡ് ബ്രേക്കറല്ല, ഹമ്പല്ല, ഒരു ബാരക്കേഡ് പോലെ ഇവിടെ പലയിടത്തും ക്ലോസിംഗ് ഉണ്ട്. അപ്പോൾ ഒരു നിശ്ചിത സ്പീഡിൽ മാത്രമേ നമ്മുടെ പോർട്ടിനകത്തോട്ട് വാഹനങ്ങൾ പ്രവേശിക്കുകയുള്ളൂ.
ഇപ്പോൾ നമുക്ക് വളരെ ദൂരെയായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് കസ്റ്റംസ് ഓഫീസാണ്. അത് മാത്രമല്ല, നമ്മൾ തൊട്ട് മുന്നേ കണ്ട പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ PO ബിൽഡിങ്ങിന്റെ പല ഓഫീസും നമ്മുടെ ഈ കസ്റ്റംസ് ഓഫീസിൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടോ. ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്ത സമയത്തല്ല നമ്മൾ വീഡിയോയും ഫോട്ടോസും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയി കസ്റ്റംസിന്റെ മെയിൻ ഓഫീസാണ്. അത് മാത്രമല്ല, പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിന്റെ പല ഓഫീസും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓഫീസ് ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് തന്നെയാണ്. നമ്മുടെ ഗേറ്റ് വേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ കസ്റ്റംസും ഇതിൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതാ നമുക്ക് സ്പീഡ് ബ്രേക്കർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ബാരിക്കേഡ് ഉള്ളതുകൊണ്ട് അങ്ങനെയാണെന്ന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയാന്നുള്ളത് തീർച്ചയായിട്ടും അത് കമന്റിലൂടെ രേഖപ്പെടുത്തേണ്ട. അപ്പോൾ കൂടുതൽ പേർക്ക് അത് അറിയാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ ലക്ഷ്യമിട്ട് പോകുന്നത് മെയിൻ റോഡിലാണ്. മെയിൻ റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വരുന്ന മെയിൻ റോഡിൽ നിന്ന് വരുന്ന, അതായത് ഗേറ്റിലേക്ക് പാസ് ചെയ്യുന്ന ഈ റോഡിൽ നിന്നും ബസ് റൂട്ടുള്ള റൂട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പോകുന്ന റോഡ് പോർട്ടിനകത്തോട്ടുള്ള റോഡായതും ഇതിലേക്ക് ബസ്സൊന്നുമില്ല, പ്രൈവറ്റ് റോഡാണിത്. അതായത് പോർട്ടിലേക്ക് വരുന്ന റോഡ്. ഇനി നമ്മളൊരു മെയിൻ റോഡിലേക്ക് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇതാ വളരെ മുന്നിലായിട്ട് നമുക്ക് മെയിൻ റോഡ് കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന മെയിൻ റോഡിന്റെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് കോവളം, വിഴിഞ്ഞം കോവളം മുക്കോല വഴി നേരെ ട്രിവാൻഡ്രം ഭാഗത്തേക്കും, റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വിഴിഞ്ഞത്തിൽ നിന്നും കോവളത്തിൽ നിന്നും വരുന്ന വണ്ടി പൂവാറിലേക്ക് പോകുന്നതാണ് റൈറ്റ്. അങ്ങനെ ലെഫ്റ്റും റൈറ്റും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും വളരെ പരിചിതമാണ്. മുന്നിൽ കാണുന്നതാണ് നമ്മുടെ ലിങ്ക് റോഡിന്റെ മെയിൻ വർക്ക് നടക്കുന്ന പോർഷൻ. ഇനി നമുക്ക് ആ മെയിൻ വർക്ക് നടക്കുന്ന പോർഷനിലേക്ക് പോകാം. ഈ ഭാഗത്തെല്ലാം നേരത്തെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. ഈ ഭാഗത്ത് വർക്ക് നടക്കുന്ന വീഡിയോ, അതായത് ഡ്രെയിനേജിന്റെ വർക്ക് നടക്കുന്ന ഉൾപ്പെടെ, ഇന്റർലോക്ക് നടക്കുന്ന ഉൾപ്പെടെ, നമ്മുടെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ വർക്ക് ഉൾപ്പെടെ, നമ്മുടെ ഈ കാണുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണുന്ന ലൈറ്റ് ഉൾപ്പെടെ, ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റ് തന്നെ എടുത്തു നോക്കിയാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യ ബ്രിഡ്ജാണ് വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നത്. രണ്ട് സൈഡിലായിട്ടുള്ള ഡബിൾ സ്റ്റീൽ ബാരിക്കേഡിന്റെ വർക്കുകൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ വർക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ വീഡിയോന്റെ തന്നെ പിന്നെ ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു സർവീസ് റോഡ് ഉണ്ട്. അവിടെയാണ് ഹെവി എക്സ്കവേറ്റർ ഉള്ളത്. കണ്ടോ, ഈ സർവീസ് ഫീച്ചറിലാണ് സർവീസ് റോഡ് വരുന്നത്. ആ വർക്കും ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഓൾറെഡി ആ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോന്റെ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത് നികത്തിയെടുക്കണം. ഈ കാണുന്ന പ്ലേസ് എല്ലാം വയലും ചെളിയും കണ്ടവുമായിട്ടുള്ള പ്ലേസ് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മുടെ സൈഡിൽ നമുക്കറിയാം പാനലിൽ ഫിക്സ് ചെയ്തിട്ടാണ് ഹൈറ്റ് കൂട്ടി ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കണക്ഷൻ റോഡ് എന്നുള്ള പ്രീവിയസ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീഡിയോയും, അതായത് ഈ വർക്ക് നടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എത്ര മാസം കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആയതെന്നും ആ വീഡിയോ തന്നെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടു മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ സദാസമയം വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറയുണ്ട്, സദാ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലവുമുണ്ട്. പലപ്പോഴും ഞാൻ പറയുന്നത് ഒരു കുളമാണ്. ഈ കുളത്തിന് ക്രോസ് ആയിട്ടാണ് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉള്ളത്. ഈ ബ്രിഡ്ജിന്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാം. ഈ എൻഡ് പോർഷൻ വരെ നമ്മൾ നേരത്തെ കണ്ടൊരു റൗണ്ടും പോർട്ടിനകത്ത് റൗണ്ട് പോർഷന്റെ ഹൈമാസ് ലൈറ്റും ഇവിടം വരെ ഏകദേശം 1200 മീറ്റർ ആണ്. കാരണം ഞാൻ നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആയ സെൻട്രൽ ഹബിൽ നിന്നുള്ള മെഷർമെന്റ് നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കാണുന്ന ബ്രിഡ്ജിന്റെ എൻഡ് പോർഷൻ ഇവിടം വരെയാണ് 1200 മീറ്റർ ഉള്ളത്. കണ്ടോ, നമ്മളിപ്പം വന്ന ആ ഫസ്റ്റ് ബ്രിഡ്ജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2 ബ്രിഡ്ജാണ് ആകെയുള്ളത്. ഇനിയാണ് നമ്മുടെ മെയിൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ വർക്ക് എന്ന് വെച്ചാൽ നേരത്തെ അവിടെ എല്ലാം കഴിഞ്ഞിരുന്നു. മെയിൻ വർക്ക് എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഫിനിഷിംഗ് വർക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ ഡ്രെയിനേജ് സിസ്റ്റം കാണാം. വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റമാണ് ഉള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ കുളവും ചെളിയും വയൽ വരുന്ന പ്ലേസ് ആയതിനാൽ നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം വേണം. മഴ ഇല്ലെങ്കിലും മഴ ഉണ്ടെങ്കിലും വെള്ളം തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള ഫ്യൂച്ചറിലേക്ക് വേണ്ടിയുള്ള വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ ഉള്ളത്, എനിക്കിപ്പോൾ നടക്കുന്ന കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വന്നപ്പോൾ ഈ പറയുന്ന ലൈറ്റിൻ്റെയൊക്കെ ഇൻസ്റ്റാളേഷനാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇനി ലൈറ്റിലേക്കുള്ള കണക്ഷൻ, കേബിൾ വഴിയുള്ള കണക്ഷനാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതോ. ആ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കും, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതൊക്കെ കേബിൾ കണക്ഷൻ കൊടുക്കുന്നു ഉണ്ടോ. ഈ വർക്കുകളാണ് നടക്കുന്നത്. അതായത് ഈ ഫിനിഷിംഗ് ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ നടന്നു പോകുന്നത്, ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ബ്രിഡ്ജ് മുതൽ രണ്ടാമത്തെ ബ്രിഡ്ജ് വരെ ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് മാറ്റം വന്നിട്ടുള്ളത്, ദയവേത് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്.
സ്കിപ്പ് ചെയ്ത് പോയിട്ട് അത് നടന്നില്ല എന്ന് ചോദിക്കരുത്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ പോർട്ടിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷമായി, എന്നിട്ടും ഇതിന്റെ ലിങ്ക് റോഡിന്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുടെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ വർക്ക് ലാഗ് ആയിട്ടുള്ളത്. ഏതൊക്കെ കാരണമെന്ന് ഞാൻ ഇനി ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇനി നമുക്ക് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഇത് കംപ്ലീറ്റ് ആകും എന്നാണ് നമ്മൾ ഇനി അടുത്ത് ചിന്തിക്കേണ്ടത്. പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊന്നും നേടാനായി സാധിക്കില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് എല്ലാവർക്കും അറിയണം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാറ്റസ്. ഒരു വർക്കും നടക്കുന്നില്ലെന്ന് പലരും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു വർക്കേ ഇവിടെ നടക്കുന്നില്ലെന്ന് പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇവിടെ വർക്ക് നടക്കുകൊണ്ടാണ് ഇത്രത്തോളം കംപ്ലീറ്റ് ആയി കഴിഞ്ഞത്. നമുക്ക് എല്ലാവരും അറിയണം ഇവിടെ എത്രത്തോളം വർക്കുകൾ നടക്കുന്നുണ്ട്. ലിങ്ക് റോഡിന്റെ വർക്കുകൾക്ക് തുടങ്ങിയതിന് ശേഷം ലാഗില്ല. പിന്നെ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങിയില്ലല്ലോ, തുടങ്ങാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. തുടങ്ങിയതിന് ശേഷം ഒരു ലാഗും നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്ര സമയം കൊണ്ട്, ഇത്ര സമയം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമിട്ട സംശയമുള്ളവർ തീർച്ചയായിട്ടും പ്ലേ ലിസ്റ്റിൽ ആദ്യമിട്ട എൻ്റെ വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഇട്ട ആ സമയം മുതൽ ഇന്ന് വരെയുള്ള ലാസ്റ്റ് അപ്ഡേഷൻ 25ാമത്തെ അപ്ഡേഷനാണെന്ന് തോന്നുന്നു വരെ, കറക്റ്റായിട്ട് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എന്നാലും അത്രയും അപ്ഡേഷൻ എത്ര മാസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കാണുന്ന പ്ലേസ് എല്ലാം എങ്ങനെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ, കറണ്ട് സ്റ്റാറ്റസും അതിനകത്തുണ്ട്. കാരണം വർക്ക് നടക്കുന്നത് നമുക്ക് എക്സ്കവേറ്റർ ഉപയോഗിച്ച ചെളി മാറ്റുന്നതും ഏകദേശം 5 മീറ്ററോളം കുഴിച്ചിട്ടാണ് അവിടുന്ന് മണ്ണ് മാറ്റിയിട്ടാണ് ലെയർ ബൈ ലെയറായിട്ട് ഫില്ല് ചെയ്ത് പാനലിങ്ങിൻ്റെ സഹായത്തോടെ ഇത്രത്തോളം ഹൈറ്റ് കയറിയത്. ഇതൊരു കണ്ടെയ്നർ പോകുന്ന റോഡാണെന്ന് വളരെ എല്ലാവർക്കും പറയാം. ഏകദേശം വലിയൊരു ടൺ ലോറി ആയിരിക്കും. സാധാരണ നമ്മുടെ ഹൈവേ പോലെ അല്ല ഇതിൻ്റെ വർക്ക്. വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയാൻ പറ്റില്ല. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത ഹൈവേൻ്റെ വർക്കല്ല നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ വർക്കല്ല ഇത്. കണ്ടെയ്നർ കൊണ്ടുപോകുന്ന റോഡായതിനാൽ അത്രത്തോളം വളരെ പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ചെയ്യാനായി സാധിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊന്ന് ഇലക്ട്രിക്കൽ സ്റ്റാഫിനെ വെച്ചിട്ട് കണ്ടോ, ഇൻസ്റ്റലേഷൻ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലൈറ്റിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത റോഡ് തന്നെയാണ്. ഇൻ്റർലോക്കെല്ലാം വളരെ സ്ട്രോങ് തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ വർക്ക് ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെ, ഇത് കൺട്രോൾ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ്, സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെ അവർക്ക് എല്ലാവർക്കും അറിയാം ഇത് പോർട്ടിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ കൊണ്ടുപോകുന്ന റോഡ് തന്നെയാണെന്ന്. അങ്ങനെ എടുത്തു പറയാൻ കാരണം പലരും ചോദിക്കുന്നുണ്ട്, ഈ റോഡ് ഇങ്ങനെ പണിതാൽ മതിയോ, നിലവിൽ ഇൻ്റർലോക്കൊക്കെ പൊട്ടിപ്പോകുമെന്ന് ചോദിക്കുന്നു. അവർക്ക് എല്ലാവർക്കും ധാരണയോടെ തന്നെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതിനാൽ അങ്ങനെയൊന്നും പറ്റില്ല. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കണ്ടെയ്നർ ലോറി പോകുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ അത്രത്തോളം പറയുന്നവർക്ക്, ക്യൂരിയോസിറ്റിയോടെ പറയുന്നവർക്ക് നമുക്ക് കണ്ടെയ്നർ ലോറി ഇതിലൂടെ പോയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ മെയിൻ കേബിളാണ് കേട്ടോ, പവർ കേബിളാണ്. ഇത് ഈ ഭാഗത്തൂടെയാണ് കണക്ട് ചെയ്ത് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർക്കിലും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഈ കണ്ട ലൈറ്റിൻ്റെ വർക്കുകളാണ് ഇനി അവസാനമായിട്ട് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് വളരെ ദൂരെയായിട്ട് നമുക്ക് സൈൻ ബോർഡുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സൈൻ ബോർഡൊന്നും ഇല്ല, ഇപ്പോൾ സൈൻ ബോർഡുകൾ വന്നിരിക്കുന്നു. കുറച്ചുകൂടി അടുത്ത് പോയാൽ മാത്രമേ ആ സന്തോഷം തന്നെയാണ്. ഓരോ സൈൻ ബോർഡ് നമ്മുടെ വരുമ്പോൾ സന്തോഷം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ആദ്യമായി കാണുന്നത് കാരോഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ടർക്ക് ടെർമിനൽ എന്ന് എഴുതിയിട്ടുണ്ട്, കോവളം, ഇതെല്ലാം ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നു. അതും വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണ്. ഓരോ ഈ റോഡിൻ്റെയും പോർട്ടിൻ്റെയും ഓരോ മാറ്റം വരുമ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെയാണ് നോക്കി കാണുന്നതും. ഇപ്പോൾ ഞാൻ കാണുന്നതോടൊപ്പം ഞാൻ നിങ്ങളെ കൂടി കാണിക്കുകയാണ്. അതാണ് സത്യം. യഥാർത്ഥത്തിൽ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ എനിക്കും വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ട്. ഇവിടെ വന്ന് എന്തൊക്കെ വർക്ക് നടന്നു, എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയേണ്ട ആകാംക്ഷ ഞാൻ നിങ്ങളിലൂടെ എത്തിക്കുന്നു. നിങ്ങൾക്കും തീർച്ചയായിട്ടും ആ ആകാംക്ഷ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പലരും മെസ്സേജിലൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തായി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് മഴ വന്നാലും വെയിൽ വന്നാലും പൊടിയായാലും ഒന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ വന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് എല്ലാവരിലും എത്തിക്കുന്ന ആ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ കോവളം ഭാഗത്തേക്ക് ഉള്ള സൈനിങ് ബോർഡ് നമുക്കിവിടെ കാണാനായി സാധിക്കും. നമ്മൾ NH കയറിയതിന് ശേഷം കോവളം ഭാഗത്തേക്ക് പോകുന്ന സൈനിങ്, അതാണ് നമ്മൾ തൊട്ട് മുന്നേ നേരത്തെ നമ്മൾ പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ആ ഭാഗത്തെ, അതും ആ റോഡും കോവളം ഭാഗത്തേക്ക് പോകുന്നത് തന്നെയാണ്. ഇത് നേരെ പോകുന്നു എന്ന് തന്നെ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ വർക്ക് നേരത്തെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, അത് ഇവിടെ കൂടി ഇപ്പോഴും മഴയില്ല, ചെറിയൊരു മഴ ഉണ്ടെന്നാലും വെള്ളം ഒലിച്ച് പോകുന്നുണ്ടോ. ഈ ഡ്രെയിനേജ് സിസ്റ്റമാണ് നമ്മൾ നേരത്തെ കണ്ടത്. കണ്ടോ, ഈ ഭാഗം ഇവിടെ ഒരു അണ്ടർപാസും ഉണ്ട്. നിലവിൽ അണ്ടർപാസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മൾ ഈ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുമ്പോഴെല്ലാം കണ്ടതാണ്. എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ നിന്ന് വരുന്ന ആ ഒരു റോഡ് നേരെ ഈ അണ്ടർപാസ് വഴി ഈ സൈഡിൽ, അതായത് നമ്മുടെ ഈ പറയുന്ന 2 റോഡിൻ്റെയും സൈഡിൽ, 2 റോഡെന്ന് പറഞ്ഞാൽ ഈ 4 വരി അതിൻ്റെ 2 സൈഡിലായിട്ട് നിലവിൽ നമുക്കറിയാം സർവീസ് റോഡുകളുണ്ട്. ഒരു വശത്ത്, അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന റൈറ്റ് സൈഡിൽ സർവീസ് റോഡുണ്ട്. ആ സർവീസ് റോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വളരെ ഫാസ്റ്റായിട്ട് ഈ വർക്കുകളെല്ലാം നടന്നു പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ പുതിയ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്യൂച്ചറിലേക്ക് ആ സർവീസ് റോഡ് തീർച്ചയായിട്ടും വരും.
ഇത് നമ്മുടെ സെക്കൻഡ് ബ്രിഡ്ജാണ്. സെക്കൻഡ് ബ്രിഡ്ജിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാത്ത അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലാത്ത നമ്മുടെ ഈ പറയുന്ന ലൈറ്റിൻ്റെ വർക്കുകളും കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മെയിൻ ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ വർക്ക്. വളരെ ദൂരെയായിട്ട് ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന NH66 കാണാനായി സാധിക്കും. കണ്ടോ, ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇതാണ് NH66 അണ്ടർപാസ് എന്ന് പറയുന്നത്. പലരും സംശയത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ അണ്ടർപാസിലൂടെ ലോറികൾ കടന്നു പോകുമോ എന്ന്. കണ്ടോ, ഇതാണ് ഇത്രയും വലിയൊരു അണ്ടർപാസ്. തീർച്ചയായിട്ടും ഒരേ സമയം 2 ട്രെയിലർ ലോറികൾക്ക് തന്നെ കടന്നു പോകാൻ സാധിക്കും. ഒരു ചെറിയ കാർ അവിടെ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. ചെറിയ കാറെന്നല്ല, കാർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പക്ഷേ അണ്ടർപാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ വാഹനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ ട്രെയിലർ ലോറികൾ തീർച്ചയായിട്ടും വളരെ സുഗമമായിട്ട് കടന്നു പോകാൻ സാധിക്കും. എന്നാലും ഇത് താൽക്കാലിക കണക്ഷനാണ്. പെർമനന്റ് കണക്ഷൻ ക്ലോവർ ലൈഫ് മാതൃകയിൽ വരും എന്ന് തന്നെയാണ് അറിയാനായി സാധിക്കുന്നത്. നമുക്കിനി ഈ ഭാഗത്തെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക് പോകാം. ഇപ്പോൾ നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത് റീറ്റെയിനിങ് വാളിന്റെ വർക്കുകളാണ്. ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രീവിയസ് വീഡിയോ കണക്ഷൻ റോഡ് എന്ന് പറയുന്ന ഒരു പ്രീവിയസ് വീഡിയോ ഉണ്ട്. അതിൽ കയറിയാൽ പ്ലേലിസ്റ്റ് കയറിയാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. കാരണം റീറ്റെയിനിങ് വാളിന്റെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞ് മുകളിലേക്ക് കോൺക്രീറ്റ് വന്നിരിക്കുന്നു. ഞാൻ നിൽക്കുന്ന ബ്രിഡ്ജിന്റെ തൊട്ട് മുന്നിലെ ഭാഗം, നമ്മൾ കണ്ട ഹൈറ്റ് കൂടിയ ഭാഗമെല്ലാം നമ്മൾ ഈ കാണുന്ന റീറ്റെയിനിങ് വാൾ ഉപയോഗിച്ചല്ല വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ പറയുന്ന ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മുടെ പാനലിങ്ങിന്റെ സഹായത്തോടെയാണ് ഹൈറ്റ് കൂടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കോൺക്രീറ്റ് റീറ്റെയിനിങ് വാൾ ഉപയോഗിച്ചാണ് ഇതിന്റെ ഹൈറ്റ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഏത് വർക്കാണ് ഫാസ്റ്റ് എന്ന് അറിയാന്നുള്ള ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന എഞ്ചിനീയേഴ്സ് ധാരാളം നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അവരൊന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും മനസ്സിലാകും. കാരണം റീറ്റെയിനിങ് വാളാണോ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത്, അതോ നമ്മുടെ ഈ പറയുന്ന പാനലിംഗ് വർക്കാണോ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത്? രണ്ടും സ്ട്രോങ് തന്നെയാണ്. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു റീറ്റെയിനിങ് വാൾ ആവാൻ ചിലപ്പോൾ. എനിക്ക് കറക്റ്റായിട്ട് അത് ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനായി സാധിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തെല്ലാം റീറ്റെയിനിങ് വാൾ 2 സൈഡായിട്ട് ഹൈറ്റ് കൂടിയതായിട്ടാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നമ്മൾ വർക്ക് തുടങ്ങിയതിന് ശേഷം ഒരു ലാഗും ഉള്ളതായിട്ട് നമുക്ക് അറിയാനായി സാധിക്കുന്നില്ല. പിന്നെ പലരും ചോദിക്കുന്നു, യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ ഫാസ്റ്റായിട്ട് പോകണം. ഏത് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയാലും നമുക്ക് അതിൻ്റേതായിട്ടൊരു സെറ്റിംഗ് സമയമൊക്കെ ഉണ്ട്. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഇത് കണ്ടെയ്നർ ലോഡുമായിട്ട് പോകുന്ന ലോറികൾ പോകുന്ന റോഡാണ്. അപ്പോൾ നമുക്കൊരു നിശ്ചിത സെറ്റിംഗ് സമയം കൊടുത്തിട്ടായിരിക്കും ആ വർക്കെല്ലാം മുന്നോട്ട് പോകേണ്ടത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേണം. ഫ്യൂച്ചറിൽ ഇത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. അതിനാൽ അതിനടുത്ത് സമയം എടുത്തിട്ടായിരിക്കും ഓരോ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത റോഡിൻ്റെ പെർഫെക്റ്റിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ആ വർക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വളരെ മുന്നിലായിട്ട് നമുക്കൊരു അണ്ടർപാസ് കാണാനായി സാധിക്കുന്നതാണ്. അതുമാത്രമല്ല ഈ അണ്ടർപാസിന്റെ റൈറ്റും ലെഫ്റ്റും ഉണ്ട്. അതായത് നമ്മൾ വീഡിയോയുടെ റൈറ്റ് ഭാഗത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലരെയും വിചാരം ഞാൻ നിൽക്കുന്ന ബ്രിഡ്ജ് മുതൽ ഈ അണ്ടർപാസ് വരെ ഏകദേശം ഒരിക്കലും 150-200 മീറ്ററിനകത്ത് മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. 150 അല്ലെങ്കിൽ 200 മീറ്റർ മാക്സിമം മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ലിങ്ക് ആയെന്നാണ്. അല്ല, നിലവിൽ ഈ നമ്മുടെ ഈ കണ്ടെയ്നർ ലോറി ഈ റോഡേ പോയിട്ട് നിലവിൽ നമ്മുടെ ഈ NH66 നമുക്ക് കാണാനായി സാധിക്കില്ല. ഈ NH66 കയറുന്ന ഭാഗം വരെ ഒരു ബൈ റോഡിലൂടെയാണ് പോകുന്നത്. കാരണം നമുക്ക് കണ്ടെയ്നർ ലോറി പോകുന്ന ആ റോഡിലേക്ക് വേറെ വണ്ടികൾ പോകാനായി സാധിക്കില്ല. കാരണം നമുക്ക് എല്ലാവർക്കും പറയാം, നമ്മുടെ പോർട്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ്. അത്രത്തോളം കണ്ടെയ്നർ ആയിരിക്കും ചിലപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത്, അകത്തേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ പറയുന്ന NH കണക്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് സാധാരണ നമ്മൾ ഇവിടുത്തെ നമ്മളെ വണ്ടി ഉൾപ്പെടെ, അതായത് നമ്മുടെ ലോക്കൽസ് ഉദ്ദേശിച്ച് നമ്മൾ ഉൾപ്പെടെയുള്ള ലോക്കൽസിന്റെ വണ്ടികൾ പോകുന്ന ആ റോഡിലേക്ക് കണ്ടെയ്നർ ലോറി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ട്രാഫിക് ഉണ്ടാവും. ഇതൊരു ടെമ്പററി കണക്ഷൻ ആയാൽ കൂടെ തന്നെ ടെമ്പററി ആയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ NH കയറാൻ റോഡ് തന്നെ സൈഡിലൂടെ പണിയുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് കണ്ടെയ്നർ മാത്രമായിരിക്കും ആ റോഡിലൂടെ പോയി NH പ്രവേശിക്കുക. ആ റോഡിന്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൈഡിലാണ് ആ റോഡിന്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പോകും. എനിക്ക് ഒരു 3-4 മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയി NH കണക്റ്റ് ആകും എന്നാണ് നമുക്ക് ഈ അപ്ഡേഷനിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കറക്റ്റ് ഒരു ഡേറ്റ് പറയാൻ സാധിക്കാത്തത്. ഇനി പറയാം, മഴയൊക്കെ ധാരാളമായി വരുന്നുണ്ട്. ആ മഴ സമയത്തൊക്കെ വർക്ക് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട്, നമുക്ക് എല്ലാവർക്കും പറയും സിവിൽ വർക്കല്ലേ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് പോകുമെന്ന് അറിയാനായി സാധിക്കില്ല. അതുകൊണ്ട് നമുക്കൊരു പലരും ചോദിക്കും എത്ര ടൈമിനുള്ളിൽ തീർക്കും. അതുകൊണ്ടാണ് ഒരു നിശ്ചിത ടൈം നമുക്ക് പറയാനായി സാധിക്കുന്നത്. അപ്രോക്സിമേറ്റ് ഒരു 4-5 മാസത്തിനകത്ത് പൂർണ്ണമായിട്ടും ഈ വർക്ക് NH കണക്ട് ചെയ്യും എന്നാണ് നമുക്ക് ഈ വിഷ്വലിലൂടെ കാണാനായി സാധിക്കുന്നത്. ഈ വിഷ്വൽ ഉൾപ്പെടെ ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ ഈ വർക്ക് കാണുമ്പോൾ അറിയാം ഇത് എത്ര മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. തീർച്ചയായിട്ടും അത് കമന്റ് രൂപത്തിൽ അയക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ പോർട്ട് മുതൽ, അതായത് നമ്മുടെ പോർട്ടിന്റെ പോർട്ട് ഓഫ് ബിൽഡിംഗ് മുതൽ NH66 വരെ ഏകദേശം 3 കിലോമീറ്ററാണ് നമ്മളിപ്പോൾ കവർ ചെയ്ത് വീഡിയോ എടുത്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.
അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ എല്ലാ അപ്ഡേഷനും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. നമ്മൾ ഈ കാണുന്ന പോർട്ടിന്റെ അപ്ഡേഷൻസ് നമ്മൾ തന്നെയാണ് ജനങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കേണ്ടത്. കാരണം നമ്മുടെ ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ പണിയുന്ന പോർട്ട് തന്നെയാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം.